വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടല്ല ട്ടോ. ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഒരു ബ്ലോഗാണ്. ഒരു സീ ഫുഡ് തേടിയുള്ള ഒരു യാത്രയാണ്. വിഴിഞ്ഞം ഹാർബറിൽ നല്ല സീ ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞു. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിൽ നിന്ന് ഞങ്ങള് വൈകുന്നേരം ഒരു 3 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇക്കാക്ക് തമ്പാനൂര് ഒരാളെ കാണാനുള്ളത് കൊണ്ട് ഞങ്ങൾ സിറ്റി വഴിയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് കഴക്കൂട്ടം വഴി പോയിട്ട് ഹൈവേമ്മ കയറി നേരിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. എന്നും റോഡ് ഭയങ്കര റഷായിരിക്കും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ കാലിയാണ്. ഇക്കാക്ക് ഒരാൾ കാണാനുള്ളത് കൊണ്ട് അവിടെ പോയി കണ്ട് അവിടെയും കുറച്ച് സമയം പോയി. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിഴിഞ്ഞത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം കോവളം എത്താറായിട്ടുണ്ട്. ഇനി എവിടെങ്കിലുമൊക്കെ ഒരു ചായക്കടയിൽ ചായയും കുടിച്ചിട്ട് പിന്നെ നേരിട്ട് ഒന്ന് ബീച്ചിൽ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഏതായാലും കോവളം വഴി പോവല്ലേ, അപ്പൊ കോവളം ബീച്ചിൽ ഒന്ന് ഇറങ്ങിയിട്ട് വിഴിഞ്ഞത്തോട്ട് പോവാന്ന് കരുതി. കോവളത്ത് ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല വരുന്നത്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ സീ ഫുഡ് തേടിയുള്ള യാത്ര ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ കോവളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കോവളം ബീച്ചിലേക്കുള്ള റോഡിലേക്ക് തിരിയാണ്. ഇനി ഇവിടുന്ന് ചായയും കുടിച്ചിട്ടാവാം യാത്ര എന്ന് കരുതി വണ്ടി നിർത്താനായിട്ട് പോവാണ്. ഇപ്പൊ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട്. ചായക്കടയുടെ അവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാല് ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു കോറി ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ കാണാൻ നല്ല രസമാണ്. കുറച്ച് താഴ്ചയുള്ള സ്ഥലമാണ്. അതൊന്ന് കാണാനും വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങള് കോവളം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ട്, നല്ല ആളുണ്ട്. പിന്നെ തെരുവോര കച്ചവടങ്ങളൊക്കെ നല്ല പോലെ സജീവമാണ്. ഇവിടുത്തെ തെരുവോര കച്ചവടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. നല്ല റേറ്റ് ആയിരിക്കും എല്ലാത്തിനും. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഇവിടെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വിദേശികൾ കുറവാണ്. കൂടുതലും മലയാളീസ് തന്നെയാണ് ഉള്ളത്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ബീച്ചിന്റെ ഭൂരിഭാഗവും കടലെടുത്തിട്ടുണ്ട്. കടല് നന്നായിട്ട് കരയിലോട്ട് കേറിയിട്ടുണ്ട്. പട്ടം പറത്തുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസ് 6 മണി വരെ ഉള്ളൂ. ഞങ്ങൾ എത്തിയപ്പോക്കിന് ലൈറ്റ് ഹൗസിന്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലൊന്നും കയറാൻ പറ്റില്ല. ഞങ്ങൾ ഇതിന്റെ മുന്നേ ഇതിന്റെ മുകളിൽ കയറിയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ നേരമൊന്നും ബീച്ചിൽ നിന്നിട്ടില്ല. ഇന്ന് മഴക്കാറൊക്കെ ഉള്ളത് കാരണം വ്യൂ ഒന്നും ഇല്ലായിരുന്നു. അസ്തമയമൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ അസ്തമയം. മൊത്തം മഴക്കാർ മൂടിയിട്ടായിരുന്നു. ഇപ്പൊ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബീച്ചൊന്നും അല്ലായിരുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനിയും പോവാണ്ട്. കുറച്ചും കൂടെ ഉള്ളൂ കോവളത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക്. അപ്പൊ നമ്മളിപ്പോ വിഴിഞ്ഞത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്.
ചുട്ടമീനൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഇതിൻ്റെ പേര് തന്നെ ചുട്ടമീൻ എന്നാണ്. ഹാർബറിലേക്ക് ഇറങ്ങുന്ന വഴി റോഡ് സൈഡിൽ തന്നെയാണ് ഈ കട. എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ മീനൊക്കെ ഗ്രില്ലറിൽ വെച്ചിട്ട് അവർ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നിട്ട് ഇക്ക ഇറങ്ങിപ്പോയി ചോദിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് വരുന്നത്, ചെയ്തോട്ടെ എന്ന്. അപ്പോൾ അവർ സമ്മതിച്ച് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ഇതാണ് ഈ കടൻ്റെ ഓണർ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഫിഷിൻ്റെ സ്റ്റോക്ക്, അന്നത്തെ സ്റ്റോക്കൊക്കെ കാണിച്ചു തന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് സീസൺ മാത്രമല്ല, എന്താണോ കിട്ടുന്നത് അറിയില്ല. ചിലപ്പോൾ ഒറ്റ മീൻ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്, ചിലപ്പോൾ മീൻ വരാൻ പിന്നെ വരുന്നത് ഞണ്ട് വരുന്നത് ഞണ്ട് റെഗുലറായിട്ടുള്ളത് കഴിക്കാനുണ്ടായില്ല, അപൂർവമായിട്ട് വരുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ കല്ലുമ്പോൾ സ്പെഷ്യലായിട്ടുള്ളതാണ് ആൾക്കാർ പറയാറ്. പിന്നെ അതൊക്കെ കൂന്തൽ, കണവ. ഈ ഒരു ഐറ്റമാണ് ഇന്ന് നിലവിലുള്ളതല്ലേ? ഇപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അടുത്തുള്ളത്. ഇനിയിപ്പോൾ ഒരു കൊഞ്ചൂടെ വരാനുണ്ട്. ഇനി വരുമ്പോഴത്തേക്ക് 850 രൂപ. ഏറ്റവും നല്ലൊരു ചെമ്പല്ലിയും അമൂറും ഒക്കെ ടേസ്റ്റാണ്. അമൂറിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഈ സൈസിലൊക്കെയാണ് അവൻ തുടങ്ങുന്നത്. ഇത്ര വലിയ സൈസ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു വലുത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. മതിയാവും. അതുകൊണ്ട് അധികമായ മസാലയിൽ 2 മിനിറ്റ് ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ആദ്യം അവർ കട്ട് ചെയ്ത് വെച്ച ഫിഷ് മസാലയിൽ കുറച്ച് നേരം ഇട്ട് വെക്കും. മസാലയ്ക്ക് അവർ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുള്ളതായിരുന്നു. ചുട്ടമീൻ മാത്രമൊന്നുമല്ല ഈ കടയിലുള്ളത്, വേറെയും ഒരുപാട് ഫിഷ് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഈ ചുട്ടമീനായിട്ട് പോയതാണ്. ഇത് മസാലയിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇത് നേരിട്ട് ഗ്രില്ലറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടിയിൽ നല്ലപോലെ കണലൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ സമയത്ത് 7 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം തിരക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോരാനായപ്പോഴത്തേക്കിന് നല്ല പോലെ റഷായി വന്നു. ഇത് ചുട്ടെടുക്കാൻ 20 മിനിറ്റോളം ടൈം ആവുമെന്നാണ് അവർ പറഞ്ഞത്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് അവർ ചുട്ടെടുക്കുന്നത്. ഇടയ്ക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ അല്പം മസാല വീണ്ടും അവർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഏറെ 8 മണി ആവുമ്പോഴേക്കിന് തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസൊക്കെ പുറത്ത് വെയിറ്റിങ്ങിലാണ്. വിഴിഞ്ഞത്തെ പ്രശസ്ത പള്ളിയായ മുഹിദ്ദീൻ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചുട്ട മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. വളരെ ടേസ്റ്റ് ഉള്ളൊരു ഡിഷായിരുന്നു നമ്മൾ ഇന്ന് കഴിച്ചത്, ചുട്ട മീൻ. ഇതല്ലാതെ വേറെയും ഐറ്റംസ് ഉണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുള്ളവരും തിരുവനന്തപുരം ഭാഗത്ത് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് വന്നിട്ട് ഈ ചുട്ട മീനൊന്ന് കഴിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നമ്മൾ ചുട്ട മീനൊക്കെ കഴിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്